അപ്പോഴേ ഞാനേ എൻ്റെ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ഇവിടെ കുറച്ച് നെല്ലിരുന്നു. കാരണം ഞാൻ ഫ്ലാറ്റിലായിരുന്നല്ലോ കുറച്ച് ദിവസം. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ഇവിടെ കുറച്ച് നെല്ലെടുത്തപ്പോൾ അതിലൊന്ന് പാഴിപ്പോണ്ടല്ലോ എന്ന് വിചാരിച്ചാൽ ഞാൻ എന്ത് ചെയ്തെന്നാ മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചു നോക്കി. ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത് ഒന്ന് ഒരേപോലെ അങ്ങ് മിക്സി ഓണാക്കി വെച്ചേക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നിർത്തി അങ്ങനെ ഒന്ന് നല്ലോണം ഒന്ന് പൊടിച്ച് ഒന്ന് നല്ലോണം ഇത് പാറ്റുക എന്ന് പറയും. ഇങ്ങനെ പാറ്റിയെടുത്ത് വൃത്തിയാക്കി പാറ്റിയിട്ട് അതിനെ കുഴച്ചെടുക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ അറ്റത്തോട്ട് നെല്ല് പോവും, ഒരു വശത്തോട്ട് അരിയും നല്ല അരിയും വരും. അങ്ങനെ പൊടിച്ചെടുത്ത് ഞാൻ കുറച്ച് ഇതേപോലെ നല്ല വൃത്തിയാക്കി മാറ്റിയെടുത്ത് അതിൻ്റെ നെല്ലും കല്ലും ഒക്കെ മാറ്റി നല്ലോണം പാറ്റിയൊക്കെ എടുത്തിട്ട് വെള്ളത്തിയിട്ട് പുട്ട് വയ്ക്കാനായിട്ടാണ് ഞാൻ ഇത് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് നല്ലോണം ഇത് പൊടിഞ്ഞു പോകും. മിക്സി ആയതുകൊണ്ട് നല്ലതുപോലെ പൊടിഞ്ഞു പോകും. അപ്പം പൊടിച്ചെടുത്തിട്ട് നല്ലോണം പാറ്റിയൊക്കെ എടുത്തിട്ട് ഒരു 3-4 വെള്ളം കഴുകി കളഞ്ഞിട്ട്, പക്ഷേ അതിൻ്റെ കളറൊന്നും പോകില്ല, കളർ തന്നെയായിരിക്കും. നല്ലതുപോലെ കഴുകി കളഞ്ഞതിന് ശേഷം ഇത് നല്ലോണം അരിച്ചെടുക്കണം. കാരണം ശരിക്കും മണ്ണ് കാണും ഇതിനകത്ത്. അപ്പോൾ ഈ അരിയും പൊടിഞ്ഞു പോവും, മണ്ണും കൂടി അപ്പോൾ രണ്ടും ഒരേ സൈസിൽ കിടക്കും. അതുകൊണ്ട് നല്ലതുപോലെ അരിച്ചെടുത്തില്ലെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റില്ല. നമ്മൾ നല്ലപോലെ അരിച്ചെടുക്കാം. അത് നമ്മളെ മോതിരമില്ലേ, മോതിരം അതിനകത്തിട്ടിട്ട് നമ്മളിങ്ങനെ അരിച്ചെടുക്കുമ്പം ഈ മോതിരത്തിൻ്റെ ഭാരം കൊണ്ട് ഈ മണ്ണ് അടിയിലോട്ട് പറ്റുള്ളൂ. ഒരു 3-4 പ്രാവശ്യം അരിച്ചെടുക്കുമ്പോഴത്തേക്കും ഒരു മണ്ണും കാണില്ല. എന്നിട്ട് അരിച്ചെടുത്തിട്ട് നല്ലതുപോലെ കഴുകിയതിന് ശേഷം വെള്ളത്തിട്ടങ്ങ് വെച്ചേക്കുക. ഒരു 3-4 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് അതിനെ നമ്മൾ ഊറ്റി എടുത്തിട്ട് മിക്സിയിൽ തന്നെ പൊടിക്കണം. നല്ലതുപോലെ അങ്ങ് ഫൈനായിട്ട് പൊടിഞ്ഞ് വരില്ല. എന്നിട്ട് പൊടിച്ചെടുത്തിട്ട് വെള്ളം അത്രയും നല്ലോണം ഊറ്റി കളഞ്ഞിട്ടേ പൊടിക്കാവൂ. അപ്പോൾ വെയിലത്ത് വെച്ചാൽ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ആ വെള്ളം അത്രയും പോകും. എന്നിട്ട് പൊടിച്ചതിന് ശേഷം ഇതേപോലെ പിറ്റേ ദിവസം ഒരു ദിവസത്തെ പഴക്കം വേണം. അവിടെ വെളിയിൽ തന്നെ വെച്ചേക്കണം. ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തിട്ട് വെളിയിൽ തന്നെ വെച്ചിട്ട് പിറ്റേന്ന് രാവിലെ എടുത്ത് നമുക്ക് ഇതേപോലെ നനച്ചെടുത്തിട്ട് നല്ലോണം കുതിർത്തതിന് ശേഷം പിന്നെ കുറച്ചുകൂടെ വെള്ളം ഇതേപോലെ തളിച്ച് അങ്ങ് വെച്ചിരുന്നാൽ മതി. അപ്പോൾ ഈ വെള്ളം അതിൽ തന്നെ അങ്ങ് പിടിച്ചോളും. അത് ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഞാൻ ഇത് അടച്ച് വയ്ക്കാൻ പോവുകയാണ്. ഇതേപോലെ അടച്ചങ്ങ് വച്ചിട്ട് ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഈ വെള്ളം അത്രയും അതിൽ പിടിക്കും. അപ്പോൾ അതിലങ്ങ് ഡ്രൈ ആയിട്ടിരിക്കും. അതുകൊണ്ട് ഇതുപോലെ ഇരിക്കും. എന്നിട്ട് അതിനെ ഒന്നുകൂടെ നമ്മളെടുത്ത് കൈ കൊണ്ട് തന്നെ പൊടിച്ചെടുത്തിട്ട് ഇതിലിഞ്ഞൊന്നും ചെയ്യണ്ട. ഇതേപോലെ നമുക്ക് പുട്ട് അവിക്കാൻ പറ്റും. ചുവന്ന പുട്ടാണ്, പച്ചനെല്ലിൻ്റെ ചുവന്ന പുട്ട്. അപ്പോൾ ഞാൻ ഇത് തേങ്ങയും ഇട്ട് പുട്ടുകുറ്റിയിൽ കോരി വയ്ക്കാൻ പോവുകയാണ്. വച്ചിട്ട് കാണിച്ച് തരാം. അതായത് ഇതിപ്പോൾ ഒരു കുറ്റി നിറച്ച് വയ്ക്കാൻ വേണ്ടി ഉണ്ട്. ആവിച്ച് വരുമ്പോൾ ഒത്തിരി അങ്ങ് താന്നു പോവും. ഇത് 2 പേർക്ക് കഴിക്കാൻ സുഖമായിട്ട് ഇതിന്ന് പറ്റും. അപ്പോൾ ഇതേപോലെ അപ്പോൾ ഇത് ഇത്രയും ഇതിനകത്ത് കോരി നിറച്ച് വെച്ചിട്ട് നമുക്ക് അവിച്ചിട്ട് ഞാൻ കാണിക്കാം. ഒത്തിരി നിറച്ച് വെച്ചെങ്കിൽ ചിലപ്പോൾ അവിച്ച് വരുമ്പോഴത്തേക്ക് ഇത് ഒത്തിരി ഒന്നങ്ങ് താരും, നിറഞ്ഞു വരില്ല. എന്തായിരുന്നാലും സുഖമായിട്ട് 2 പേർക്ക് കഴിക്കാൻ ഉണ്ട്. ആവിയൊക്കെ വന്നിട്ടിട്ട് എന്തായിരുന്നാലും ഇതിനകത്തോട്ട് ഇടാം. സുഖമായിട്ട് ഇപ്പോൾ അത് നല്ല ഇതായിട്ട് ഇറങ്ങി വരും, പിടിക്കുകയൊന്നുമില്ല. നല്ല ടേസ്റ്റ്, നല്ല കളറുണ്ട്. അതിൻ്റെ ആ കളറും അതാണ് എൻ്റെ ഒറിജിനൽ ടേസ്റ്റ്. അതേ രുചി നമുക്ക് ഒറിജിനൽ ടേസ്റ്റ് തവിടിൻ്റെയൊക്കെ. എത്ര കഴുകിക്കളഞ്ഞാലും കളർ പോകില്ല. ഇതാണ് യഥാർത്ഥ കളർ. പച്ചനെല്ലിൻ്റെ അരിയാണ്. അപ്പോൾ ഇനി ഇതേപോലെ വീട്ടിലങ്ങാനും ഇതേപോലെ നെല്ലാങ്ങണം ബാക്കി ഇരിപ്പുണ്ടെങ്കിൽ, ചിലപ്പോൾ നമ്മൾ നിറവറയൊക്കെ വെച്ചിട്ട് കുറേ ബാക്കി വന്ന നെല്ലൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഇരിക്കുകയാണെങ്കിൽ ഇതേപോലെ മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തേ എടുക്കാവും. എന്നിട്ട് നല്ലപോലെ പാറ്റിയെടുത്താൽ അത് ഇതേപോലെ പുട്ടവിക്കുകയും ചെയ്യാം. അതിൻ്റെ ഉമിയുണ്ടല്ലോ, അത് നമ്മൾ വറുത്ത് ഇട്ട് വെച്ചിരുന്ന് മിക്കരി പല്ല് തേക്കുന്നവർക്ക് അത് ഉപയോഗിക്കുകയും ചെയ്യാം. മിക്കരി തേക്കാനായിട്ട് എടുക്കാം. വറുത്ത് മിക്കരി ഉണ്ടാക്കാം ആ ഉമിയിൽ. സൂപ്പർ.
കാക്കയാണ്. കാരണം ഞാൻ അറിഞ്ഞുകൊണ്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എന്തെങ്കിലും ആദ്യമൊക്കെ വന്നപ്പോഴത്തേക്ക് ആരാണെന്ന് അറിയാൻ വയ്യായിരുന്നു. കാരണം വേറെ ആരെങ്കിലും കൊടുത്താലും ഭക്ഷണം കഴിക്കില്ല. ഇതിപ്പോൾ ഞാൻ വന്നത് കൊണ്ട് കൊടുത്തപ്പോഴത്തേക്ക് കഴിച്ച് പോവുകയും ചെയ്തു. ഇനി ഉച്ചയ്ക്ക് വരും.